വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ ആയത്തിൻ്റെ വിശദീകരണം ബുഖാരിയിൽ. ജനങ്ങൾ എന്നിട്ട് ചിലര് അള്ളാഹുവിൻ്റെ കൂടെ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കുന്നവരുണ്ട്. എങ്ങനെയാണത്? വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണോ, ചുംബിച്ചിട്ടാണോ, അല്ലെങ്കിൽ സുജൂദ് ചെയ്തിട്ടാണോ, പൂജിച്ചിട്ടാണോ? അല്ല, പിന്നെയോ സ്നേഹിച്ചിട്ട്. അപ്പോൾ സ്നേഹത്തിൽ വരെ ശിർക്കുണ്ട് എന്ന് അല്ലാഹ് പറയാണ്. സഹീൽ ബുഖാരിയിലെ ആയത്ത് മഹാനായ ഇമാം ബുഖാരി എടുത്തുദ്ധരിച്ച ഉടനെ 4497 നമ്പർ ഹദീസിൽ സഹീൽ ബുഖാരി ഇമാം ബുഖാരി അവിടെ യോജിച്ചതായിട്ട് പറയാൻ പറ്റുന്ന ഹദീസാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയ ഹദീസ് കേൾക്കുക. മൻ മാത വഹുവ യദ്ഉ മിൻ ദൂനില്ലാഹി നിദ്ദ ദഖലന്നാർ. ആരെങ്കിലും അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിനോട് തുല്യപ്പെടുത്തിയും കൊണ്ട് അള്ളാഹ് ചെയ്യുന്നതായ ആ പ്രത്യേകതകൾ, അള്ളാഹുവിനുള്ള പ്രത്യേകതകൾ, അഥവാ പ്രശ്നം പരിഹരിക്കുക, രോഗം മാറ്റുക, അല്ലെങ്കിൽ ഉദ്ദേശങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നീ കാര്യങ്ങളൊക്കെ അള്ളാഹ് സ്പെഷ്യലിസ്റ്റായ കാര്യമാണ്. അത്തരം കാര്യങ്ങൾ ഈ മൊയ്തീൻ ഷേഖിന് സാധിക്കും, അല്ലെങ്കിൽ റിഫായ് ഷേഖിന് സാധിക്കും, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് സാധിക്കും എന്ന വിശ്വാസത്തിൽ ഒരാൾ ചെയ്താൽ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചവനായി മാറി. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. മൊയ്തീൻ ഷേഖ് എന്നൊക്കെ നമുക്കറിയുന്ന ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് കേട്ടോ. വൈദ്യശേഖൊക്കെ 5-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ജീവിച്ചതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ജീവിതം മുഴുവനും ദായിയായി ജീവിച്ച മുവഹിദായിരുന്നു. അദ്ദേഹം ശിർക്ക് ചെയ്തിട്ടില്ല. നമ്മുടെ വിഷയം ഈ റബ്ബിനോട് തുല്യപ്പെടുത്തുന്ന രൂപത്തിലാവുക എന്ന ഖുർആനിൻ്റെ ശൈലി, അത് മഹബ്ബത്തിലൂടെയും തുല്യത വരുമെന്ന് പറയുമ്പോൾ അവിടെ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഇമാം ബുഖാരിയുടെ ഫിഖ് വല്ലാത്ത ഫിഖാണ് കൂട്ടരെ. അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റൂല. എന്താ ഇമാം ബുഖാരിയുടെ ഫിഖ് എന്നറിയാമോ? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ബാബിന് ഹെഡിങ് തലക്കെട്ട് നൽകുന്നുണ്ടല്ലോ, ആ തലക്കെട്ട് ഹദീസുമായുള്ള ബന്ധം കണ്ടുപിടിക്കാൻ പലർക്കും സാധിക്കാറില്ല. തലീഖ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മൂപ്പർക്ക്. അത് ഹദീസിന് മുമ്പ്, ഹദീസ് ആരംഭിക്കുന്നതിന് മുമ്പ് ബാബിൻ്റെ മുമ്പിൽ പറയുന്ന തലീഖാണ്. ആ തലീഖിനും അർത്ഥമുണ്ട്. അത് ചിലപ്പോൾ ജിസ്മോട് കൂടിയാണ് വരുന്നതെങ്കിൽ അത് ബുഖാരിയുടെ റിപ്പോർട്ടായി മാറുകയും ചെയ്യും. മനസ്സിലായില്ലേ? നോക്കൂ, ഇമാം ബുഖാരിയുടെ ആ വിശാലമായ അള്ളാഹ് ഈ മതത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരെ പോലോത്തവരെ സെലക്ട് ചെയ്തതുപോലെ അള്ളാഹ് ഏറ്റെടുത്തതല്ലേ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയ അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മുടേതാണ്. നോക്കൂ, വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അപ്പോൾ സ്നേഹത്തിൽ മനുഷ്യന്മാരെ റബ്ബിനോട് തുല്യപ്പെടുത്തുന്നവരുണ്ട്. അതെങ്ങനെയാണ് തുല്യപ്പെടുത്തുക? അത് അല്ലാഹ് തന്നെ പറഞ്ഞു, വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സത്യവിശ്വാസികൾ അള്ളാഹിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്. ഈ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പറഞ്ഞതുകൊണ്ടും ശരിയായില്ലല്ലോ, വിശദീകരണം കിട്ടിയില്ലല്ലോ. ഇമാം ബുഖാരിക്ക് തോന്നി ഈ വിശദീകരണം അവർക്ക് ഈ ഹദീസ് നൽകട്ടെ, റസൂലുള്ളാഹിന്റെ വാക്ക് മനസ്സിലാക്കണം. ബുഖാരിയിലുള്ളതായ ഖുർആനിൻ്റെ വചനം ബുഖാരിയിൽ അദ്ദേഹം ഉദ്ധരിച്ച ഉടനെ അതിനെ നമുക്ക് അടുപ്പിച്ച് തരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്നൊരു വാക്കെടുത്ത് വെക്കുന്നില്ല. പിന്നെയോ റസൂലുള്ളാഹിന്റെ വാക്കെടുത്ത് വെച്ചത്, ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ നരകത്തിൽ കടന്നു എന്നതായ ഹദീസിനെയാണ് റസൂലുള്ളാഹി പറഞ്ഞ ആ വാക്കിനെയാണ് ആ ആയത്തിന് തൊട്ട് കൂട്ടിച്ചേർത്തത്. അപ്പോൾ നാം റസൂലുള്ളാഹിനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹിനോട് സ്നേഹത്തിൽ തുല്യപ്പെടുത്തലപ്പോഴാണ് റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചാൽ. പാച്ച മലയാളം ചോറ് തിന്ന ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ മതി. ഇതാണ് സഹാബാക്കൾ പണ്ട് മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അവർക്ക് സൂക്ഷ്മത റസൂലുള്ളാഹിനോട് സംസാരിക്കുമ്പോൾ എന്ത് ശിർക്ക് വന്നു പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു 112 തവണ ഈ വാക്ക് ചർച്ച അഥവാ ദഅവ എന്ന പദം പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി. നിങ്ങൾ അവരോട് പ്രഖ്യാപിക്കുക, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. ഇതിനു മുമ്പ് റബ്ബ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി പണ്ട് അവരുടെ കൗമിനോട് പറഞ്ഞ കോലമുണ്ട്. എന്ത്? എൻ്റെ റബ്ബാണ് ഹോ യുത്ഇമുനി വയസ്കീരി, എനിക്ക് ഭക്ഷണം നൽകലും പാനീയം നൽകലും അവനാണ്. ഒയ്താ മരിൽത്തു, എൻ്റെ രോഗം മാറ്റൽ, എനിക്ക് രോഗം ഉണ്ടായാൽ ഫൗ യശ്ഫീൻ, റബ്ബാണ് സുഖപ്പെടുത്തുക. ഇത് ഇറക്കിയിട്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ നാവിലൂടെയാ ലോകം കേട്ടത്. എന്ത്? രോഗം നബിമാര് മാറ്റൂല, അള്ളയാണ് മാറ്റുക എന്ന തത്വം. മനസ്സിലായില്ലേ?
അപ്പോൾ നാം പറഞ്ഞു വരുന്നത്, നമുക്ക് മൗലൂദിനോട് എതിർപ്പല്ല, നമുക്ക് റസൂലുള്ളാഹിനുള്ള മഹബത്തിനോട് എതിർപ്പല്ല. ഇവിടുത്തെ മുഫ്തികളും ഇവിടുത്തെ ഖതീബുമാരും ഇവിടുത്തെ മുദരിസുകളും ഇവിടുത്തെ ഇമാമുകളും പറയുന്നതും പണ്ട് തന്നെ സലഫ് സാലിഹ്യങ്ങൾ പറയാറുള്ള ശൈലിയാണ്. എന്ത്? ആരെങ്കിലും സ്നേഹത്തിനെ വാദിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരെ സ്നേഹിക്കുന്നു ആ സ്നേഹിക്കുന്ന വ്യക്തിയെ അനുസരിക്കട്ടെ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നാം റസൂലിനെ സ്നേഹിക്കുമ്പോൾ എന്ത് വേണം? ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ക്രിസ്ത്യാനികൾ യേശു ക്രിസ്തു എന്നവർ പറയുന്ന നമ്മുടെ നേതാവായ ഈസ നബി അലൈഹി ഇസ്ലാമിനെ ആദരിച്ച് ബഹുമാനിച്ച് അതിർ വിട്ട് കടന്നതുപോലെ എൻ്റെ ഉമ്മത്തുകളെ നിങ്ങൾ എന്നെ ബഹുമാനിച്ച് ആദരിച്ച് അതിർ വിട്ട് കടന്നു പോകരുത്. അത് അവര് ദൈവമാണെന്ന് വിശ്വസിച്ചു എന്നാണ്. അത് വേണ്ട, അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഏത്? ദൈവത്തിനുള്ള അവകാശം മുഹമ്മദ് നബിക്ക് നൽകിയാൽ മുഹമ്മദ് നബിയെ നീ ദൈവമാക്കി മാറ്റലായി മാറി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതാണ് സലഫ് സാലിഹ്യങ്ങൾ മനസ്സിലാക്കിയ തൗഹീദ്. എന്നല്ലാതെ അയാൾക്ക് ആ കഴിവുണ്ടല്ലോ, ഇയാൾക്ക് കഴിവുണ്ടല്ലോ, ആ കഴിവുണ്ട് ചോദിച്ചാലെന്ന്, ഈ കഴിവുണ്ട് ചോദിച്ചാലെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പ്രശ്നം എന്താണ്? കേരളത്തിൽ നിന്നിട്ട് അങ്ങനെ ഒരു 35 കൊല്ലം മുമ്പ് ഒരു സ്റ്റേജിൽ നിന്നിട്ട് കാസറ്റ് വന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്, എന്തേ മൊയ്‌ദി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയാണ്, മനുഷ്യനാണ് എന്ന് വിശ്വസിച്ചതോടുകൂടി അദ്ദേഹത്തിനെ ഞാൻ ആവശ്യം നിറവേറ്റാൻ വേണ്ടി വിളിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അതിന് മറുപടി നൽകി. നിങ്ങളുടെ ഭാര്യയെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ അവളെൻ്റെ ഭാര്യയല്ല എന്ന് ഞാൻ വിശ്വസിച്ച് തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയുടെ തലാഖ് പോകുമോ ഇല്ലേ എന്ന് ചോദിച്ചു. വിശ്വാസമല്ല അവിടെ പ്രശ്നം. അവിടെ നിൽക്കുന്നത് ഭാര്യയാണോ? അല്ലേ, ഭാര്യയാണ്. ഭാര്യയെ നോക്കിയിട്ടാ പറയുന്നത് നിന്റെ തലാഖ് പോയി എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നത് എന്താണ്? ഹൃദയത്തിൽ ഞാൻ അവൾ എൻ്റെ ഭാര്യയല്ല എന്ന് വിശ്വസിച്ചിട്ടാണ് തലാഖ് ചെയ്തത് എന്നത് മാതിരിയാണ് സംഗതി. മനസ്സിലായില്ലേ? പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമുക്ക് കണ്ണ് തന്നു, നമുക്ക് വികാരം തന്നു, സ്ത്രീകൾക്ക് ഭംഗി കൊടുത്തു. എന്നിട്ട് നമ്മളോട് റബ്ബ് എന്ത് പറഞ്ഞു? സ്ത്രീകളെ നോക്കൽ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സ്ത്രീകളല്ലെങ്കിൽ നിങ്ങൾക്ക് ഹറാമാണെന്ന് പറഞ്ഞു. ഒരാൾ പറയാണ്, ഞാനെന്താ, എനിക്ക് വികാരമുണ്ട്, എനിക്ക് കണ്ണുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നോക്കിക്കൂടെ എന്ന് പറഞ്ഞ് ശരിയാവോ? അവൾക്ക് ഭംഗിയുണ്ട്, എന്താ ഞാൻ നോക്കാത്തത് എന്നതുപോലെയാണ്. എന്ത്? അയാൾക്ക് കറാമത്തില്ലേ, ഇയാൾക്ക് മുഇസ്സത്തില്ലേ, എന്തേ ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചോദ്യമാണ് അവിടെ. ഇവിടെ പ്രശ്നം എന്താണ്? ആ പെണ്ണിനെ നോക്കാൻ നിനക്ക് അനുവാദമുണ്ടോ? ഇല്ല, എന്നാ നോക്കരുത്. എന്നല്ലാതെ ആ നബിക്ക് മുഇസ്സത്തുണ്ടോ കറാമത്തുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. ആ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ പലപ്പോഴും അറിവില്ലാത്തവർ പണ്ടേ പറയാറുണ്ട്, എന്ത്? അത് മക്കക്കാർക്ക് ഇറങ്ങിയ ആയത്താണ്. ഈ ശിർക്കിൻ്റെ ആയത്തൊക്കെ മക്കക്കാർക്കും മറ്റായത്തൊക്കെ നമ്മൾക്കും അങ്ങനെ മനസ്സിലാക്കി വെച്ചവരുണ്ട്. സുബ്ഹാനല്ലാഹ്.